ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മൾ ധാരാളം പച്ചക്കറികൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അതിലൊരു പച്ചക്കറിയാണ് കോവയ്ക്ക. ഈ കോവയ്ക്ക പലപ്പോഴും നമ്മൾ നല്ല കാര്യങ്ങൾക്ക്, അതായത് ഇപ്പോൾ ഒരു കണി വെക്കുക, ഒരു പിറന്നാൾ ദിവസങ്ങളിൽ വരുന്നു, ആ ദിവസങ്ങളിൽ നമ്മളത് കൂട്ടാൻ വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാറില്ല. എന്നാൽ ചില കാര്യങ്ങളിൽ നിർബന്ധമായും കോവയ്ക്ക ഉപയോഗിക്കുന്നുണ്ട്. അതെന്തിനാണെന്നറിയാമോ? ബലിയിടുന്നതിനായിട്ട്. ഇതിൻ്റെ പുറകിലുള്ള ഒരു ശാസ്ത്രം എന്താണ്? ഒരു ഐതിഹ്യം. പക്ഷെ കോവയ്ക്ക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദ ഡോക്ടർമാർ പറയുന്നത് കോവയ്ക്ക ഒരു ഭക്ഷണമല്ല, മരുന്നാണ് എന്നാണ് പറയുന്നത്. കാരണം അത്രത്തോളം ഔഷധ പ്രാധാന്യമുള്ള ഒരു പച്ചക്കറിയാണ് കോവയ്ക്ക. അത് നമ്മുടെ ആഹാരത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ടതാണ്. പക്ഷേ ചില പ്രത്യേക കാര്യങ്ങളിൽ ഇത് ഉപയോഗിക്കാറില്ല. നമുക്ക് അതെന്തുകൊണ്ടാണ് എന്ന് നോക്കാം. നമുക്ക് വരരുചി എന്ന ആളെപ്പറ്റി എല്ലാവർക്കും അറിയാം. ആരാണ് വരരുചി? ഗോവിന്ദസ്വാമി എന്ന് പറഞ്ഞ ഒരു ആളുടെ മകനായിരുന്നു വരരുചി. ഈ വരരുചി വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സേവകനുമായിരുന്നു. വരരുചി നല്ല ശാസ്ത്രപാരംഗതനും അതുപോലെ തന്നെ വലിയ ഒരു വിദുഷിയും ഒക്കെ തന്നെ ആയിരുന്നു. നല്ല ഒരു പൗരാണികനും അദ്ദേഹമായിരുന്നു. രാജാവിന് ശാസ്ത്ര സംബന്ധമായോ പൗരാണിക സംബന്ധമായോ എന്തെങ്കിലും സംശയം ഉണ്ടായാൽ വരരുചിയെ നേരിട്ട് വിളിച്ച് സംശയം തീർക്കുന്ന ഒരു പതിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത്ര വലിയൊരു വിദ്വാനായിരുന്നു ആര്? വരരുചി. അങ്ങനെ ഇരിക്കെ ഒരു കാലത്ത് ഈ വിക്രമാദിത്യ മഹാരാജാവ് വരരുചിയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, രാമായണം എന്ന ഇതിഹാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം ഏതാണ് എന്ന്. പക്ഷേ വരരുചിക്ക് അതിന് കൃത്യമായ ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ചില്ല. ആ സമയത്ത് മഹാരാജാവ് പറയുകയാണ്, വരരുചിക്ക് അറിയില്ല എങ്കിൽ ആരോടെങ്കിലും പോയി ചോദിച്ചിട്ട് 41 ദിവസം കഴിയുന്നതിനു മുമ്പ് ഇവിടെ വന്ന് പറഞ്ഞു തരണം. അങ്ങനെ പറയാൻ വരരുചിക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരണമെന്നില്ല. ഇങ്ങനെയാണ് വിക്രമാദിത്യ മഹാരാജാവ് വരരുചിയോട് പറയുന്നത്. അങ്ങനെ മഹാരാജാവിൻ്റെ ഇപ്രകാരമുള്ള കൽപ്പന കേട്ടപ്പോൾ വരരുചിയുടെ ഹൃദയം വല്ലാതെ നൊന്തു, വിഷമിച്ചു. എനിക്ക് 41 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കുകയില്ലല്ലോ എന്നോർത്തപ്പോൾ വീണ്ടും വീണ്ടും വിഷമം വർദ്ധിച്ചു. അങ്ങനെ പല സ്ഥലങ്ങളിലും വരരുചി സന്ദർശിക്കുകയാണ്. അവിടെയൊക്കെ സഞ്ചരിച്ചിട്ട് പല യോഗ്യന്മാരെയും കാണുകയും ഇതിൻ്റെ ഉത്തരം ചോദിക്കുകയും ചെയ്തു. പക്ഷെ അവരൊക്കെ തന്നെ കൃത്യമായ ഒരു ഉത്തരം വരരുചിക്ക് പറഞ്ഞു കൊടുത്തില്ല. രാമായണത്തിലെ എല്ലാ ശ്ലോകങ്ങളും വാക്യങ്ങളും പ്രാധാന്യം തന്നെ എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യാസം വരരുചിക്ക് തോന്നിയതുമില്ല. അങ്ങനെ സഹിക്കെ വയ്യാതെയായി ഇനി എന്തു ചെയ്യും എന്നാലോചിച്ചുകൊണ്ട് അങ്ങനെ 41ാമത്തെ ദിവസം ആകാറായി. 40 ദിവസം കഴിഞ്ഞു. എന്തു ചെയ്യും? ഇനി എനിക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല, അതുകൊണ്ട് തന്നെ ഈ ദേശം വിട്ടങ്ങ് പോയേക്കാം എന്ന് കരുതി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. എന്നിട്ട് മരിക്കാനൊക്കെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം പോലും കഴിക്കാതെ ആ ബ്രാഹ്മണൻ പകൽ മുഴുവൻ ഇങ്ങനെ അലഞ്ഞ് നടക്കുന്നു. എന്നിട്ട് രാത്രിയായപ്പോഴേക്കും അദ്ദേഹം എന്തു ചെയ്തു? ഒരു വനത്തിൽ എത്തുകയും ഒരു ആൽത്തറയുടെ അടുക്കൽ വരികയും ചെയ്യുന്നു. എന്നിട്ട് വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ വിഷമമൊക്കെ ഉണ്ട്. എന്നിട്ട് അതെല്ലാം ഇങ്ങനെ ആലോചിച്ച് സഹിച്ച് ആകെപ്പാടെ അങ്ങ് വിശക്കുന്നുമുണ്ട്, പക്ഷെ ആഹാരം കഴിക്കാനും സാധിക്കുന്നില്ല, മനപ്രയാസവുമുണ്ട്, എന്തു ചെയ്യും എന്ന് അങ്ങനെയുള്ള ആ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ ആ ആൽത്തറയുടെ ചുവട്ടിൽ ഈ വരരുചി ഇങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് ക്ഷീണം കൊണ്ട് പെട്ടെന്ന് തന്നെ ആ വരരുചി ഉറങ്ങിപ്പോവുകയും ചെയ്തു.
അദ്ദേഹം കിടന്ന ആ സമയത്ത് വനദേവതമാർ എന്നെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹം കിടക്കുന്നത്. കാരണം ഇനിയൊരു രക്ഷയുമില്ല. 41 ദിവസത്തിനുള്ളിൽ പറഞ്ഞു കൊടുക്കണമെന്നാണ് പറഞ്ഞത്. 40ാമത്തെ ദിവസമാണ്. എന്തു ചെയ്യും? അങ്ങനെ വനദേവതമാർ എന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങുകയാണ്. അങ്ങനെ പാതിരാത്രി ആയപ്പോഴേക്കും ചില ആകാശസഞ്ചാരികളായ ദേവതമാർ ആ ആലിൻ്റെ പുറത്ത്, ആ ആലിൻ്റെ മുകളിലായിട്ട് വന്നു കൂടുകയാണ്. അങ്ങനെ ആ ആലിന്മേൽ സ്ഥിരവാസിനികളായ ദേവതമാരെ വിളിച്ചിട്ട് ഈ ദേവതമാർ, ഈ ആകാശസഞ്ചാരികളായ ദേവതമാർ ചോദിക്കുകയാണ്, നിങ്ങൾ വരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നു, എവിടെ? ഇവിടെ അടുത്ത് ഒരു പ്രസവം നടന്നിരിക്കുന്നു, ഞങ്ങൾ പോവുകയാണ്, നിങ്ങൾ വരുന്നുണ്ടോ? വന്നാൽ ചോരയും നീരും കുടിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ ആ ആലിന്മേൽ ഇരുന്നു കൊണ്ട് ഈ ദേവതമാർ പറയുകയാണ്, അതായത് അവിടെ ഉണ്ടായിരുന്ന ദേവതമാർ പറയുകയാണ്, ഞങ്ങൾക്ക് വരാൻ നിവർത്തിയില്ല. കാരണം ഈ ആലിൻ്റെ ചോട്ടിൽ ആര് കിടപ്പുണ്ട്? ഒരു ബ്രാഹ്മണൻ വന്ന് കിടക്കുന്നു. അദ്ദേഹം സ്വരക്ഷാർത്ഥം ഞങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവിടെ കിടന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് വരാൻ നിവർത്തിയില്ല, നിങ്ങൾ പൊയ്ക്കൊള്ളുക എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങൾ പോയിട്ട് തിരിച്ചു വരുമ്പം വിശേഷമെല്ലാം പറഞ്ഞിട്ട് വേണേ പോകാൻ എന്നും കൂടി പറയുന്നു. ഇതൊക്കെ നമ്മുടെ വീടുകളിൽ സ്ഥിരമായി നടക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ നടക്കുകയാണ് ഇവർ തമ്മിൽ. അങ്ങനെ ആകാശസഞ്ചാരികളായ ദേവതമാർ പോകുകയാണ്. അങ്ങനെ അവർ പോയ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ വരരുചി ഉണർന്നിട്ടും വളരെ സങ്കടത്തോടു കൂടി ഓരോന്നും ആലോചിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. കാരണം നാളത്തെ ദിവസം 41ാമത്തെ ദിവസമാണ്. ആ സമയത്ത് ഈ ദേവതമാർ, അതായത് ഈ പ്രസവത്തിന് പോയ ദേവതമാർ അവിടെ വരികയാണ്. എന്നിട്ട് ഈ ആലിന്മേലുണ്ടായിരുന്ന ദേവതമാരോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവർ ചോദിക്കുന്നു, എവിടെയായിരുന്നു പ്രസവം? എന്തു കുട്ടിയെയാണ് പ്രസവിച്ചത് എന്ന് ചോദിക്കുന്നു. അപ്പം മറ്റേ ദേവതമാർ പറയുകയാണ്, ഒരു പറയൻ്റെ വീട്ടിലായിരുന്നു പ്രസവം, ഒരു കുഞ്ഞി പെണ്ണാണ് ജനിച്ചത്, ഒരു പെൺകുട്ടിയാണ് ജനിച്ചത് എന്ന് പറയുന്നു. ഉടനെ ഈ ആലിൻ്റെ അധിപതികളായ, അതായത് ആ വനദേവതമാർ ചോദിക്കുകയാണ്, ആരാണ് ആ കുഞ്ഞിപ്പെണ്ണിനെ വിവാഹം കഴിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഉടനെ ഈ ആകാശസഞ്ചാരിണികളായ ദേവതമാർ പറയുകയാണ്, മാം വിധി എന്ന് അറിഞ്ഞുകൂടാത്ത ഈ വരരുചിയാണ് അവളെ വിവാഹം കഴിക്കുന്നത് എന്ന് പറയുകയാണ്. മാം വിധി എന്നറിഞ്ഞുകൂടാത്ത ഈ വരരുചി ആണ് അവളെ വിവാഹം കഴിക്കുന്നതെന്ന് പറയുന്നു. ഈ വനദേവതമാരുടെ ഭാഷയൊക്കെ വരരുചിക്ക് കൃത്യമായി മനസ്സിലാക്കുന്നു. വരരുചിക്ക് അതൊക്കെ അറിയാം. വരരുചി വലിയ പണ്ഡിതനാണ്. അങ്ങനെ വരരുചി മനസ്സിലാക്കുകയാണ്, മാം വിധി എന്നറിഞ്ഞുകൂടാത്ത വരരുചി എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരു ശ്ലോകം രാമായണത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ വരരുചിക്ക് വലിയ സന്തോഷമാകുന്നു. അങ്ങനെ വരരുചി രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്നിട്ട് രാജാവിനോട് വരരുചി പറയുകയാണ്, ഭഗവാന്റെ കാരുണ്യത്താലും ഗുരുക്കന്മാരുടെ കടാക്ഷത്താലും മാന്യന്മാരായ നിങ്ങളുടെയൊക്കെ അനുഗ്രഹത്താലും എനിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഏതാണ് ആ ശ്ലോകമെന്ന്. ഉടനെ രാജാവ് പറയുകയാണ്, പറയൂ, എനിക്ക് കേൾക്കാൻ താല്പര്യമായി എന്ന് പറഞ്ഞു. ഉടനെ വരരുചി പറയുകയാണ്, രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഇതാ, അങ്ങ് കേട്ടുകൊള്ളുക. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവീം വിദ്ധി ഗച്ഛതാത യഥാസുഖം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഈ ശ്ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം മാം വിദ്ധി ജനകാത്മജാം എന്നുള്ളതാണ്. ഇത് കേട്ടപ്പോൾ
അവിടെ കൂടിയുണ്ടായിരുന്ന എല്ലാവരും തന്നെ വളരെയധികം സന്തോഷിക്കുകയും ശരി ശരി ഇത് തന്നെയാണ് ശരി എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി. രാജാവ് വളരെയധികം സമ്മാനങ്ങൾ വരരുചിക്ക് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് വരരുചി ആ ശ്ലോകത്തിൻ്റെ അർത്ഥം 10 വിധത്തിൽ വ്യാഖ്യാനിച്ചു എന്നാണ് പറയുന്നത്. ഈ ശ്ലോകം ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും കൂടി വനവാസത്തിനായി പുറപ്പെട്ടപ്പോൾ മാതാവിൻ്റെ പാദങ്ങളെ വന്ദിച്ച് യാത്ര പറഞ്ഞ ലക്ഷ്മണനോട് സുമിത്ര പറഞ്ഞതാണ്. അല്ലയോ പുത്ര, രാമം ദശരഥം വിധി. അർത്ഥം, രാമനെ ദശരഥൻ എന്ന് അറിഞ്ഞാലും, അതായത് നിന്റെ ജ്യേഷ്ഠനായ രാമനെ അച്ഛനായ ദശരഥനെ പോലെ വിചാരിച്ചു കൊള്ളണം എന്നാണ് അർത്ഥം. ജനകാത്മജാം മാം വിധി. ജനകാത്മജയെ, അതായത് ജനകൻ്റെ പുത്രിയെ സീതയെ എന്നെപ്പോലെ വിചാരിച്ചു കൊള്ളണം, അതായത് മാതാവായി കണക്കാക്കിക്കൊള്ളണം എന്നാണ് പറയുന്നത്. അടവീം അയോധ്യാം വിധി. അടവി എന്താണ്? വനം. വനത്തെ അയോധ്യയെപ്പോലെ വിചാരിച്ചു കൊള്ളണം. യഥാസുഖം ഗച്ഛ. സുഖമാകും വണ്ണം ഗമിച്ചാലും എന്നാണ് പറയുന്നത്. സുഖമാകും വണ്ണം നീ പോയാലും എന്ന് പറയുന്നു. എത്ര മനോഹരമായ ശ്ലോകമാണ്. ഒരമ്മ തൻ്റെ മകനോട് പറയുകയാണ്, അതായത് ജ്യേഷ്ഠൻ്റെയും ജ്യേഷ്ഠത്തിയുടെയും കൂടെ കാട്ടിലേക്ക് പോകുന്ന മകനോട്, അത്രയും കാലം അയോധ്യ എന്ന ആ സുവർണ നഗരിയിൽ വളരെയധികം സുഖ സൗകര്യത്തോടുകൂടി ജീവിച്ച തൻ്റെ മകനോട് ആ അമ്മ പറയുകയാണ്, നീ നിൻ്റെ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠത്തിയെയും അനുഗമിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ അവിടെ നിൻ്റെ അച്ഛനും അമ്മയും കൂടെയില്ല. നിന്നെ വഴക്കു പറയാനും നിന്നെ നേർവഴി കാണിച്ചു തരാനും അവിടെ രാമനും സീതയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ രാമൻ്റെ വാക്കുകളെ നീ അച്ഛൻ്റെ വാക്കുകളായി കണക്കാക്കണം. സീതാദേവിയുടെ, നിന്റെ ജ്യേഷ്ഠത്തിയുടെ വാക്കുകളെ നീ എൻ്റെ വാക്കുകളെ പോലെ കരുതണം. കാട് വളരെയധികം ഭീകരത നിറഞ്ഞതാണ്. അവിടെ യാതൊരു സുഖ സൗകര്യങ്ങളും കാണുകയില്ല. എങ്കിലും അത് നീ അയോധ്യയായി കാണണം. എന്നിട്ട് സുഖത്തോടു കൂടി പോയാലും സന്തോഷത്തോടു കൂടി പോയാലും എന്ന് പറയുകയാണ്. എത്ര മനോഹരമായ വാക്യങ്ങളാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ എത്ര അമ്മമാർ തൻ്റെ കുഞ്ഞുങ്ങളോടിങ്ങനെ പറയും. കൂടപ്പിറപ്പുകളെ തമ്മിൽ അകറ്റുന്ന, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് തമ്മിലടിപ്പിക്കുന്ന അമ്മമാരുള്ള കാലമാണ് ഈ കലിയുഗം. ഒരമ്മ പെറ്റ മക്കളല്ല രാമനും ലക്ഷ്മണനും. എന്നിട്ട് പോലും ആ അമ്മ എങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്? ഏത് സാഹചര്യത്തിലായാലും അവിടെ സുഖമായി ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുത്ത ആ അമ്മയാണ് ഏറ്റവും മഹതിയായ അമ്മ, ലക്ഷ്മണൻ്റെ അമ്മ സുമിത്ര. ഇവിടെയാണ് രാമായണത്തിൻ്റെ പ്രാധാന്യം. അങ്ങനെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം രാജാവിന് വരരുചി പറഞ്ഞു കൊടുക്കുകയാണ്. രാജാവ് ധാരാളം സമ്മാനങ്ങളൊക്കെ വരരുചിക്ക് കൊടുക്കുന്നു. രാജാവിന് സന്തോഷമാകുന്നു, വരരുചിക്കും സന്തോഷമാകുന്നു. പക്ഷേ വരരുചിയുടെ മനസ്സിൽ ഒരു വലിയ വിഷമം കയറുകയാണ്. കാരണം ഉത്തരമൊക്കെ കിട്ടി, പക്ഷേ ആ വനദേവതമാർ എന്താണ് പറഞ്ഞത്? ആ വരരുചിയാണ് ആ പറയക്കുടിലിൽ ജനിച്ച പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് എന്ന്. വരരുചി ആരാണ്? ഒരു ബ്രാഹ്മണനാണ്. വരരുചിയുടെ മനസ്സിൽ പണ്ഡിതനാണെങ്കിലും അങ്ങനെയൊരു വിഷമം, ആ ജാതിയുടെ വിഷമം വല്ലാതെ കയറുകയാണ്. എന്തു ചെയ്യും? ഈ വിവാഹം നടന്നുകൂടാ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് വരരുചി
രാജാവിനോട് പറയുകയാണ്, അല്ലയോ മഹാരാജാവേ, ഇന്നലെ രാത്രി ഒരു പറയൻ്റെ മാടത്തിൽ ഒരു പറയി പ്രസവിക്കുകയുണ്ടായി. അത് ഒരു പെൺകുട്ടിയാണ്. അതിൻ്റെ ജാതക ഫലം നോക്കിയതിനാൽ ആ കുട്ടിക്ക് 3 വയസ്സ് തികയുമ്പോഴേക്കും ഈ രാജ്യം നശിക്കും എന്ന് ഞാൻ കണ്ടിരിക്കുന്നു. ഇന്നു മുതൽ ഓരോ നാശകാരണങ്ങൾ കണ്ടു തുടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് ആ പ്രജയെ എത്രയും പെട്ടെന്ന് കൊല്ലണം. ഇങ്ങനെ വരരുചി വിക്രമാദിത്യ മഹാരാജാവിനോട് പറയുകയാണ്. അത് കേട്ടപ്പോൾ ഈ ബ്രാഹ്മണൻ്റെ പാണ്ഡിത്യം ശരിക്കും മനസ്സിലാക്കിയ, ജ്യോതിശാസ്ത്രത്തിലുമൊക്കെ വളരെ പാണ്ഡിത്യമുള്ള ആളാണ് വരരുചി എന്ന് വിക്രമാദിത്യ മഹാരാജാവിന് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ബ്രാഹ്മണൻ്റെ വചനം ഒരിക്കലും തെറ്റുകയില്ല എന്നുള്ള വിശ്വാസത്താൽ രാജാവിനും സഭാവാസികൾക്കും ഇത് വളരെയധികം വിഷമമുണ്ടാക്കി. ബാലനിഗ്രഹം ശരിക്കും തെറ്റു തന്നെ. പക്ഷേ രാജ്യത്തിൻ്റെ പ്രാധാന്യമാണ്, രാജ്യത്തിൻ്റെ സംരക്ഷണമാണ് വലുത്. അതുകൊണ്ട് ഇത് ചെയ്യാം. പക്ഷെ പെൺകുട്ടിയല്ലേ, എങ്ങനെ കൊല്ലും? ഇങ്ങനെയൊക്കെ ആലോചിച്ചു. എന്നിട്ട് അവസാനം എല്ലാവരും കൂടി ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. എന്താണ് ആ തീരുമാനം? വാഴപ്പിണ്ടി കൊണ്ട് ഒരു ചെറിയ ചങ്ങാടമുണ്ടാക്കി ഈ കുട്ടിയുടെ തലയിൽ ഒരു ചെറിയ പന്തവും കൊളുത്തി കുത്തി അതിൽ കിടത്തി നദിയിൽ ഒഴുക്കുക. ഇങ്ങനെയായിരുന്നു ആ തീരുമാനം. അങ്ങനെ 2 ഭടന്മാരെ വിളിച്ചിട്ട് ഇപ്രകാരം ചെയ്യുവാൻ കൽപ്പനയും കൊടുത്തു. കുട്ടി ഉണ്ടായിരിക്കുന്ന സ്ഥലം ഏകദേശം ഇന്ന ദിക്കിലാണെന്ന് വരരുചി പറഞ്ഞു കൊടുക്കുകയും രാജഭടന്മാർ അന്വേഷിച്ചു ചെന്ന് കുട്ടിയെ എടുത്ത് കൽപ്പന പ്രകാരം ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ആ വിവരം രാജാവിനെ അറിയിക്കുകയും ചെയ്തു. തനിക്ക് വന്നു ചേരേണ്ടുന്ന വലിയ ദുരന്തം ഒഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് വരരുചിക്ക് വളരെയധികം സന്തോഷവുമായി. അങ്ങനെ കുറേ കാലം കൂടി അദ്ദേഹം രാജാവിൻ്റെ സേവകനായി താമസിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ വരരുചി ഒരു യാത്ര പോവുകയാണ്. ആ യാത്രയുടെ ഇടയിൽ വരരുചിക്ക് വല്ലാതെ വിശന്നു. ഒരു ബ്രാഹ്മണൻ്റെ ഗൃഹത്തിലേക്ക് അദ്ദേഹം ഭക്ഷണം കഴിക്കാനായി എത്തുകയാണ്. ഉടൻ തന്നെ ബ്രാഹ്മണൻ പറയുകയാണ്, വേഗത്തിൽ കുളിച്ചിട്ട് വരൂ, ഇവിടെ ഊടുകാലമായിരിക്കുന്നു. അത് കേട്ടപ്പോൾ വരരുചിക്ക് ഈ ബ്രാഹ്മണനെ ഒന്ന് പരീക്ഷിക്കണം എന്ന് തോന്നുന്നു. ഉടനെ തന്നെ ഈ വരരുചി ബ്രാഹ്മണനോട് പറയുകയാണ്, ശരി തന്നെ, ഞാൻ കുളിച്ചിട്ട് വരാം. പക്ഷേ ഞാൻ ഊണ് കഴിക്കണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. അതൊക്കെ ഇവിടെ സാധിക്കുമോ എന്നറിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാനായി പോകേണ്ടുന്നത്. ഉടനെ തന്നെ ഈ ബ്രാഹ്മണൻ ചോദിക്കുകയാണ്, എന്തെല്ലാമാണ് അങ്ങയുടെ നിബന്ധനകൾ? ഇവിടെ നിവൃത്തിയുള്ളതാണെങ്കിൽ സാധിക്കാം, ഒന്ന് കേൾക്കട്ടെ എന്ന് പറയുകയാണ്. ഉടനെ തന്നെ വരരുചി പറയുകയാണ്, മറ്റൊന്നുമല്ല, കുളി കഴിഞ്ഞു വന്നാൽ ഉടുക്കുവാൻ എനിക്ക് വിരാളിപ്പട്ട് വേണം. 100 പേർക്ക് ഭക്ഷണം കൊടുത്തിട്ട് വേണം എനിക്ക് ഊണ് കഴിക്കുവാൻ. ഇതുമാത്രമല്ല, എൻ്റെ ഊണിന് 108 കൂട്ടം കൂട്ടാൻ വേണം. ഊണ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 3 പേരെ തിന്നണം. അതുകൂടാതെ 4 പേർ എന്നെ ചുമക്കുകയും വേണം. ഇത്രയും കാര്യങ്ങൾക്ക് ഇവിടെ നിവൃത്തിയുണ്ടെങ്കിൽ ഞാൻ കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. ബ്രാഹ്മണൻ ഇതെല്ലാം കേട്ടപ്പോൾ പാവം പേടിച്ചു പോയി. ഉടൻ തന്നെ ഒരു കന്യക അകത്ത് നിന്നുകൊണ്ട്, അച്ഛൻ വിഷമിക്കണ്ട, അദ്ദേഹത്തിനോട് പോയി കുളിച്ചിട്ട് വരൂ, എല്ലാത്തിനും നിവൃത്തി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ബ്രാഹ്മണൻ അങ്ങ് കുളിച്ചിട്ട് വരൂ, എല്ലാം റെഡിയാക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ വരരുചി കുളിക്കാനായി പോവുകയാണ്. ആ സമയത്ത് ഈ പാവം ബ്രാഹ്മണൻ തൻ്റെ മകളുടെ അടുത്തേക്ക് വന്നിട്ട്, കുഞ്ഞേ, നീ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? ഇതൊക്കെ നമുക്ക് എങ്ങനെ കൊടുക്കുവാൻ സാധിക്കും എന്ന് ചോദിക്കുന്നു. അപ്പോൾ കന്യക പറയുകയാണ്, എല്ലാം സാധിക്കും അച്ഛാ, ഇതൊന്നും അത്ര പ്രയാസമുള്ള കാര്യങ്ങളല്ല. എന്നിട്ട് പറയുകയാണ്, അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം അച്ഛന് മനസ്സിലാകാഞ്ഞിട്ടാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? കുളിച്ചിട്ട് വരുമ്പോൾ
ഉടുക്കുവാൻ വിരാളിപ്പട്ട് വേണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ചീന്തൽ കോണകം വേണം എന്നാണ്. അതുപോലെ 100 പേർക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് വൈശ്യം കഴിക്കണം എന്നാണ്. വൈശ്യം കൊണ്ട് 100 ദേവതമാരുടെ പ്രീതി ഉണ്ടാകുന്നതിനാലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. പിന്നെ 108 കൂട്ടം കൂട്ടാൻ വേണം എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം ഇഞ്ചിക്കറി വേണം എന്നാണ്. അതുപോലെ അദ്ദേഹത്തിന് 3 പേരെ കഴിക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം വെറ്റിലയും അടക്കയും ചുണ്ണാമ്പും കൂട്ടി മുറുക്കണം എന്നാണ്. അതുപോലെ തന്നെ 4 പേര് അദ്ദേഹത്തിന് ചുമക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഊണ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഉറങ്ങുന്നതിനായിട്ട് കട്ടിലു വേണം എന്നാണ്. കട്ടിലിൻ്റെ കാലുകൾ 4 ആണല്ലോ, ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലോ അച്ഛ, എന്താണ് പിന്നെ നമുക്ക് വിഷമം? ഇങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛനായ ആ ബ്രാഹ്മണൻ വളരെയധികം സന്തോഷിക്കുകയും മകളുടെ ബുദ്ധിശക്തിയെപ്പറ്റി ഓർത്ത് അഭിമാനിക്കുകയും ചെയ്തു. എന്നാൽ എൻ്റെ മകൾ പോയി എല്ലാം തന്നെ വേഗം തയ്യാറാക്കൂ എന്ന് പറഞ്ഞ് കന്യകയെ അദ്ദേഹം അനുഗ്രഹിച്ചയക്കുകയാണ്. വരരുചി കുളിയും മറ്റും കഴിഞ്ഞു വന്നപ്പോഴേക്കും ഒരു ചീന്തൽ കോണകം, വൈശ്യത്തിനു വേണ്ട ഹവിസും ചന്ദനവും പൂവും ഒക്കെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു. ഊണിന് ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു. ഊണ് കഴിഞ്ഞപ്പോൾ മുറുക്കാനുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം കട്ടിലും കൊടുക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയപ്പോൾ, ഇതെല്ലാം ആ പെൺകുട്ടിയുടെ ബുദ്ധിയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ വരരുചിക്ക് വളരെയധികം സന്തോഷം തോന്നുകയും ആ ബ്രാഹ്മണനോട് ഇത്രയും ബുദ്ധിശാലിയായ ആ കന്യകയെ തനിക്ക് വിവാഹം ചെയ്ത് തരുമോ എന്ന് ചോദിക്കുകയും വളരെ സന്തോഷത്തോടു കൂടി ആ ബ്രാഹ്മണൻ വരരുചിക്ക് വിവാഹം ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അവർ ജീവിക്കുകയാണ്. അങ്ങനെ ജീവിച്ചു കൊണ്ടിരുന്ന ആ സമയത്ത് ഒരു ദിവസം വരരുചി തൻ്റെ ഭാര്യയുടെ തലമുടി ചീകി കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് തലയുടെ മധ്യത്തിൽ ഒരു വലിയ ഒരു പാട് കാണുകയാണ്. ഉടനെ വരരുചി ചോദിക്കുകയാണ്, ഇത് എന്താണ് എന്ന്. ആ സമയത്ത് ആ ബ്രാഹ്മണ യുവതി പറയുകയാണ്, ഇതൊരു പന്തം തറച്ച പാടാണ്. എൻ്റെ അമ്മ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചങ്ങാടത്തിൽ ആറ്റിൽ കൂടി ഒഴുകി വരുന്ന എന്നെ കണ്ട് മക്കളില്ലാഞ്ഞ അമ്മ എന്നെ എടുത്ത് വളർത്തുകയായിരുന്നു. എൻ്റെ അമ്മ ഒരിക്കലും പ്രസവിച്ചിരുന്നില്ല. ആ സമയത്ത് എൻ്റെ തലയിൽ ഒരു പന്തം തറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ ബുദ്ധിശാലിയായ വരരുചി തൻ്റെ ഈ ഭാര്യ അന്ന് ആ പറയൻ്റെ കുടിലിൽ പ്രസവിച്ച ആ കുഞ്ഞാണ് എന്ന് മനസ്സിലാക്കുകയാണ്. അതോടുകൂടി വിധിയെ ഒരിക്കലും മാറ്റാൻ കഴിയുകയില്ല എന്ന് ചിന്തിക്കുകയും അങ്ങനെ വരരുചി ആ യുവതിയുമായി ആ വീട്ടിൽ നിന്നും ഇറങ്ങുകയും ചെയ്തു. എന്നിട്ട് ഇവർ ഓരോരോ ദിക്കുകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന കാലത്ത് ഭാര്യ ഗർഭം ധരിക്കുകയാണ്. ഗർഭം പൂർണ്ണമായി. പ്രസവ വേദനയുടെ ആരംഭമായപ്പോൾ ഒരു കാട്ടിലേക്ക് കയറി പ്രസവിച്ചു കൊള്ളാൻ പറയുകയും ഭർത്താവ് വഴിയിൽ കാത്തിരിക്കുകയും ചെയ്യുന്നു. പിള്ള വാങ്ങാനും മറ്റും ആരും ഉണ്ടായിരുന്നില്ല എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ആരുമില്ലാത്തവർക്ക് ദൈവം തുണ. അങ്ങനെ പ്രസവിക്കുകയാണ്. പ്രസവിച്ചു കഴിയുമ്പോൾ ഈ വരരുചി ഈ പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, കുട്ടിക്ക് വായുണ്ടോ? ഉടനെ ഉണ്ട് എന്ന് ഭാര്യ മറുപടി പറയും. ഉടനെ തന്നെ ഈ വരരുചി പറയുകയാണ്, വായുള്ള പിള്ളയ്ക്ക് ദൈവം ഇരയും കൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുട്ടിയെ എടുക്കണ്ട എന്ന് പറയുകയാണ്. അത് കേട്ടപ്പോൾ പാവം ആ സ്ത്രീ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് വീണ്ടും നടക്കുകയാണ്. ഈ സ്ത്രീ പ്രസവരക്ഷയ്ക്കായിട്ട് കാട്ടിലുള്ള മരുന്നുകളും പച്ചിലകളും പച്ചവെള്ളവും കായ്കനികളുമൊക്കെ കഴിച്ച് മുമ്പോട്ട് പോവുകയാണ്. എന്തു ചെയ്യും? ഭർത്താവ് പറയുന്നത് അനുസരിക്കാതെ മറ്റു നിവർത്തിയില്ല. ഇങ്ങനെ പല പല സ്ഥലങ്ങളിലായി 11 പ്രസവം കഴിഞ്ഞു. കുട്ടികളെ എല്ലാം കാട്ടിൽ വെച്ച് തന്നെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഓരോ സമയത്തും വരരുചി ഇങ്ങനെ ചോദിക്കും, വായുണ്ടോ? ഉണ്ട്, എങ്കിൽ അവിടെ ഉപേക്ഷിച്ചേക്കുക. വായുള്ള പുള്ളയ്ക്ക് ആര് കൊടുക്കും? ദൈവം കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് വരരുചി ഇരിക്കുന്നത്. അങ്ങനെ ഈ 11 കുഞ്ഞുങ്ങളെയും
11 ജാതിക്കാർക്ക് കിട്ടുകയും 11 ജാതിയിൽപ്പെട്ട കുഞ്ഞുങ്ങളായി ഇവർ വളരുകയും ചെയ്യുന്നു. 12ാമത്തെ ഗർഭമുണ്ടായപ്പോൾ പാവം ആ സ്ത്രീ, കഷ്ടം, ഞാൻ 11 കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടും ഒരു കുഞ്ഞിനെ പോലും എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇപ്രാവശ്യം ഭർത്താവ് വായുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയണമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു കുട്ടിയെയെങ്കിലും എടുത്തുകൊള്ളുവാൻ അദ്ദേഹം അനുവദിക്കുമായിരിക്കും എന്ന് കരുതുകയാണ്. അങ്ങനെ നിശ്ചയിച്ചിട്ട് പ്രസവിക്കുന്നു. പ്രസവിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് ചോദിക്കുകയാണ്, വായുണ്ടോ? ഉടനെ ഈ ഭാര്യ പറയുകയാണ്, വായില്ല. ഉടനെ തന്നെ കുഞ്ഞിനെ എടുത്തുകൊള്ളാൻ ഭർത്താവ് പറയുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഈ കുഞ്ഞിന് വായുണ്ടായിരുന്നു. പക്ഷേ കുറച്ചു ദൂരം നടന്നപ്പോഴേക്കും ആ കുഞ്ഞിന് വായില്ലാതായി തീർന്നു. കാരണം അത്ര പാതിവൃത്യമുള്ള സ്ത്രീ ആയിരുന്നു ഈ ബ്രാഹ്മണ യുവതി. അതുകൊണ്ടാണ് അവരുടെ വാക്ക് സത്യമല്ലാതെ ആയിപ്പോകാഞ്ഞത്. ആ സമയത്ത് വരരുചി ആ വായില്ലാത്ത കുട്ടിയെ ഒരു കുന്നിൻ്റെ മുകളിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു. അതാണ് വായില്ല കുന്നിലപ്പൻ. അങ്ങനെ ഈ 11 പേരുകൾ, അതായത് 11 കുഞ്ഞുങ്ങൾ പല ആളുകളുടെ ഇടയിലേക്ക് പോയി, അവരുടെ കൈകളിലേക്ക് പോയി എന്ന് പറഞ്ഞല്ലോ. ഇവർ പല ദിക്കുകളിൽ പല ജാതിയിൽപ്പെട്ട ആളുകളായിട്ടാണ് താമസിച്ചിരുന്നത് എങ്കിലും ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് തങ്ങൾ ഒരമ്മ പെറ്റ മക്കളാണ്, തങ്ങൾ സഹോദരന്മാരാണ് എന്ന് ഇവർ അറിയുകയും ചെയ്തു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവർ പരസ്പരം കാണുകയും ചെയ്തിരുന്നു. അതിനുശേഷം വീണ്ടും വരരുചിയും ഭാര്യയും ഇങ്ങനെ നാടുകൾ സഞ്ചരിച്ച് അവർ അങ്ങനെ അങ്ങ് പോയി എന്നാണ് പറയുന്നത്. അതിനുശേഷം അവരുടെ മരണവും സംഭവിക്കുന്നു. അങ്ങനെ അതിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ എത്തിച്ചേർന്ന ആളാണ് അഗ്നിഹോത്രി. ഈ അഗ്നിഹോത്രിയുടെ ഇല്ലത്ത് വായില്ല കുന്നിലപ്പൻ ഒഴികെയുള്ള എല്ലാവരും തന്നെ എത്തുകയും അച്ഛന് ശ്രാദ്ധം ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ ഈ 11 പേരെത്തുമായിരുന്നു. അതായത് അഗ്നിഹോത്രി ഒഴികെയുള്ള ബാക്കി 10 പേരും അഗ്നിഹോത്രിയുടെ ഇല്ലത്ത് എത്തുകയും ഈ 11 പേരും ബലിയിടുകയും ചെയ്യുമായിരുന്നു. ആ സമയത്ത് മറ്റു ബ്രാഹ്മണരെയൊക്കെ തന്നെ ഈ ഇല്ലത്തിലേക്ക് അഗ്നിഹോത്രി ക്ഷണിച്ചു വരുത്തുമായിരുന്നു. പക്ഷേ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇരുന്നു കൊണ്ട് ബലിയിടുന്നത് കൊണ്ട് തന്നെ അവിടെ മറ്റു ബ്രാഹ്മണർക്ക് വരുന്നതിനായിട്ട് വലിയ മടിയായിരുന്നു എന്നും പറയുന്നുണ്ട്. പക്ഷേ അഗ്നിഹോത്രി അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അഗ്നിഹോത്രിയുടെ ഭാര്യയ്ക്ക് ഇതത്ര ഒരു രസമായിട്ട് തോന്നിയില്ല എന്നും പറയുന്നുണ്ട്. കാരണം അവരൊരു ബ്രാഹ്മണ സ്ത്രീയാണല്ലോ. ആ സമയത്ത് ഈ ജാതി വ്യവസ്ഥിതിയൊക്കെ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരുന്ന സമയവുമാണ്. അങ്ങനെ ഒരു ദിവസം ഈ അന്തർജനം തൻ്റെ ഭർത്താവിനോട് ഈ കാര്യം പറയുകയും ചെയ്തു. അപ്പോൾ ഈ അഗ്നിഹോത്രി ഭാര്യയോട് പറയുകയാണ്, ശരി, എല്ലാത്തിനും ഒരു സമാധാനം ഉണ്ടാക്കാം എന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ അവരുടെ അച്ഛൻ്റെ ശ്രാദ്ധമായി. ശ്രാദ്ധത്തിൻ്റെ തലേ ദിവസം വൈകുന്നേരമായപ്പോഴേക്കും എല്ലാ സഹോദരന്മാരും അവിടെ എത്തിച്ചേർന്നു. ഈ സഹോദരന്മാർ വന്നാൽ രാത്രിയിൽ കിടക്കുന്നതിനായി അഗ്നിഹോത്രികൾ പ്രത്യേകം 10 മുറികൾ മുമ്പേ തന്നെ ഉണ്ടാക്കി വെക്കുമായിരുന്നു. എല്ലാവരും അവരുടെ അനുഷ്ഠാനങ്ങളും മറ്റും കഴിച്ച് അവരവർക്കുള്ള ഗൃഹത്തിൽ പോയി കിടക്കുകയും ചെയ്തിരുന്നു. എല്ലാവരും ഉറക്കമായപ്പോൾ അഗ്നിഹോത്രി അന്തർജനത്തിനെയും ഈ പൂജയ്ക്ക്, അതായത് പിറ്റേ ദിവസം അച്ഛൻ്റെ ശ്രാദ്ധത്തിന് വേണ്ടി പൂജ ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ആ ബ്രാഹ്മണനെയും വിളിച്ചുകൊണ്ട് ഈ 10 പേരും കിടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അഗ്നിഹോത്രി. എന്നിട്ട് ഈ ഭാര്യയോടും ഈ ബ്രാഹ്മണനോടും പറയുകയാണ്, എന്നെ തൊട്ടുകൊണ്ട് അവരെയൊക്കെ ഒന്ന് നോക്കുക എന്ന് പറയുകയാണ്. അങ്ങനെ അന്തർജനവും ഈ ചാത്തക്കാരനും അയാളും കൂടി അഗ്നിഹോത്രിയെ തൊട്ടുകൊണ്ട് നോക്കിയപ്പോൾ ഈ 10 പേരും ഒന്നുപോലെ ശംഖുചക്രഗദാധാരികളായ ചതുർബാഹുക്കളായ അനന്തൻ്റെ മേൽ കിടന്നുറങ്ങുന്നതായി കാണുന്നു. അതായത് മഹാവിഷ്ണുവിനെ പോലെ കാണുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കണ്ടപ്പോഴേക്കും എല്ലാവരും
ഭയപ്പെട്ടു പോയി. എന്നിട്ട് അവരെ നമസ്കരിച്ചു എന്നാണ് പറയുന്നത്, ഈ അന്തർജനവും ഈ ചാത്തക്കാരനും. അങ്ങനെ അന്തർജനത്തിനും മറ്റുള്ള ആളുകൾക്കുമൊക്കെ തന്നെ അവരുടെ സംശയങ്ങളൊക്കെ മാറുകയും എല്ലാവരും മഹാവിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഒരു ദിവസം മാതാപിതാക്കളുടെ ചാത്തമൂട്ടാനായിട്ട് അഗ്നിഹോത്രികളുടെ ഭവനത്തിൽ ചെല്ലുമ്പോൾ ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വിശിഷ്ട പദാർത്ഥങ്ങൾ കൊണ്ടുവരിക പതിവായിരുന്നു. ആ സമയത്താണ് പാക്കനാര് മാംസമാണ് കൊണ്ടുവന്നത്. അത് അഗ്നിഹോത്രികളുടെ അന്തർജനത്തിനും മറ്റുള്ള ആളുകൾക്കുമൊക്കെ തന്നെ ഒരു വിഷമമുണ്ടാക്കി. എങ്കിലും പാക്കനാരൊരു ദിവ്യനാണ്, അക്കാര്യം അന്തർജനത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ കൊണ്ടുവരുന്നതെല്ലാം തന്നെ അവിടെ പാചകം ചെയ്യുക പതിവായിരുന്നു. ഒരിക്കൽ ഈ പാക്കനാര് ഒരു പശുവിൻ്റെ മുലയാണ് ചെത്തിയെടുത്ത് ഒരിലയിൽ കൊണ്ടുവന്നത്. ബലിക്ക് വേണ്ട സാധനങ്ങൾ എല്ലാം തന്നെ അവിടെ പാചകം ചെയ്യുന്ന സമയത്താണ് അന്തർജനം ഈ പൊതി അഴിച്ചു നോക്കുന്നത്. അതെന്താണ്? പശുവിൻ്റെ മുലയാണ്. ഇതെങ്ങനെ പാചകം ചെയ്യും എന്ന് നിശ്ചയിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു? അത് പൊതിഞ്ഞുകെട്ടി നടുമുറ്റത്ത് കൊണ്ടുപോയി കുഴിച്ചിടുകയാണ്. അങ്ങനെ പൂജയൊക്കെ തുടങ്ങി, ബലിയൊക്കെ തുടങ്ങി. അതിനുശേഷം ഓരോരുത്തരും കൊണ്ടുവന്ന സാധനങ്ങൾ പാചകം ചെയ്ത് അവിടെ വിളമ്പുന്നുണ്ട്. ആ സമയത്ത് പാക്കനാര് കൊണ്ടുവന്ന സാധനം മാത്രം വിളമ്പിയില്ല. ആ സമയത്ത് പാക്കനാര് ചോദിക്കുകയാണ്, ഞാൻ കൊണ്ടുവന്നത് എവിടെ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് അഗ്നിഹോത്രി ഭാര്യയോട് ചോദിക്കുകയാണ്, പാക്കനാര് കൊണ്ടുവന്നത് പാചകം ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് അഗ്നിഹോത്രിയുടെ ഭാര്യ വിഷമിക്കുകയും അഗ്നിഹോത്രിയുടെ ഭാര്യ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നു. ഉടനെ തന്നെ പാക്കനാര് പറയുകയാണ്, എന്തായാലും കുഴിച്ചിട്ടല്ലോ, അത് നല്ല കാര്യം. കുഴിച്ചിട്ടത് കിളിർത്തുവോ എന്ന് ഒന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് കുഴിച്ചിട്ട സ്ഥലത്ത് പോയി നോക്കുകയാണ്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ എന്താണ് കാണുന്നത്? അവിടെ ആകെ ഒരു ചെടി കിളിച്ച് വളർന്ന് പടർന്ന് പന്തലിച്ച് നിറയെ കായുമായി നിൽക്കുന്നു. ഈ വിവരം വന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കായ പറിച്ച് ഒരു ഉപ്പേരിയെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വരൂ എന്ന് പാക്കനാര് പറയുകയാണ്. അങ്ങനെ എല്ലാവരും ഊണ് കഴിച്ചു തീരുന്നതിന് മുമ്പ് ആ കായ പറിച്ച് ഉപ്പേരി ഉണ്ടാക്കിക്കൊണ്ട് വന്ന് അവിടെ വിളമ്പുകയും ചെയ്തു. അങ്ങനെ ഉണ്ടായതാണ് കോവൽ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കോവയ്ക്ക ബലിക്ക് വളരെ പ്രാധാന്യമുള്ളതായി തീരുന്നത്. പാക്കനാര് പറയുന്നുണ്ട്, കോവലുള്ളിടത്ത് ബലി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കോവയ്ക്ക എന്ന ആ പച്ചക്കറി നമ്മൾ സാധാരണയായിട്ട് ബലിക്ക് ആണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പിറന്നാൾ ദിവസമോ അതല്ലെങ്കിൽ കണി കാണുന്ന സമയങ്ങളിലോ ഒന്നും തന്നെ കോവൽ ഉപയോഗിക്കാറില്ല. പക്ഷേ ബലിക്ക് നിർബന്ധമായും കോവയ്ക്ക ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് കോവയ്ക്ക കണി വെക്കുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നത്. അതുപോലെ കുഞ്ഞുങ്ങളുടെ പിറന്നാൾ വരുന്ന ദിവസങ്ങളിൽ, വിശേഷ ദിവസങ്ങളിൽ ഒന്നും തന്നെ കോവയ്ക്ക ഉപയോഗിക്കാത്തത്. പക്ഷേ ബലിക്ക് വളരെ പ്രാധാന്യമാണ്. ഇതാണ് ആ കഥ. നിങ്ങൾക്കെല്ലാവർക്കും ഈ കഥ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എല്ലാവരും നാമം ജപിക്കുക. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.